നമസ്കാരം കൂട്ടുകാരെ. ഫാൻറ്റം പാറയിലേക്ക് എത്തിയ പോലീസ് സംഘത്തെ കാത്തിരുന്നത് അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഭീകരമായ ഒരു കാഴ്ചയായിരുന്നു. ആ മൃതദേഹം ആരുടേതായിരിക്കും? ആരായിരിക്കും ഇത്ര ക്രൂരമായി കൊലപാതകം നടത്തിയത്? ജീവൻ അന്വേഷിക്കുന്ന പരമ്പര കൊലപാതകത്തിലെ 2-ൽ 1 ഇതായിരിക്കുമോ? നമുക്ക് കേൾക്കാം. കൊലയാളി 87-ാം ഭാഗം. മോഹനൻ സാറിൽ നിന്നുള്ള സന്ദേശം അമ്പലവയൽ പോലീസ് സ്റ്റേഷനിൽ എത്തിയ ഉടൻ തന്നെ അതിൻ്റെ നിജസ്ഥിതി അന്വേഷിച്ച് കണ്ടുപിടിക്കാനും റിപ്പോർട്ട് ചെയ്യാനും ഉള്ള നടപടികൾ തുടങ്ങി. അവിടെയുണ്ടായിരുന്നവരിൽ നിന്നും 2 കോൺസ്റ്റബിൾമാരെയും ഒരു ഗ്രേഡ് SIയെയും സന്ദേശത്തിൽ പറഞ്ഞ കാര്യം അന്വേഷിക്കാൻ വേണ്ടി അപ്പോൾ തന്നെ നിയമിച്ചു. ഒട്ടും വൈകാതെ തന്നെ അവർ അവിടെ നിന്നും പുറപ്പെടുകയും ചെയ്തു. സ്റ്റേഷനിൽ നിന്നും 3 കിലോമീറ്ററിൽ താഴെ ദൂരം മാത്രമേ ഫാൻറ്റം പാറയിലേക്ക് എത്താൻ വേണ്ടി വരികയുള്ളൂ. അത് പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമായതുകൊണ്ട് ആ പ്രദേശത്തേക്ക് സാധാരണ മണ്ണ് റോഡ് മാത്രമേ ഉള്ളൂ. അതാണ് അവിടെ വരുന്നവർക്കും കൂടുതൽ ഇഷ്ടം. ജീപ്പുകളാണ് കൂടുതലും ആ വഴി പോകാറ്. അതുകൊണ്ട് അല്പം സമയം കൂടുതൽ വേണ്ടി വന്നേക്കാം. എന്നാൽ പോലും അരമണിക്കൂറിനുള്ളിൽ അവിടെ എത്താൻ കഴിയും. ലൊക്കേഷൻ കൃത്യമായി തന്നെ അയച്ചു കൊടുത്തിരുന്നതുകൊണ്ട് എളുപ്പമായി. അത് ഫോണിലുണ്ടായിരുന്നത് നോക്കിക്കൊണ്ടാണ് പോലീസ് സംഘം അമ്പലവയലിൽ നിന്നും പുറപ്പെട്ടത്. കൊളകപ്പാറ റോഡ് തിരിയുന്ന അവിടെ വരെ പെട്ടെന്ന് എത്തി. ആ പ്രദേശമൊക്കെ ജനനിബിഡമാണ്. കടകളും കുറേ എണ്ണമുണ്ട്. വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞു വേണം ഫാൻറ്റം പാറയിലേക്ക് പോകാൻ. തിരിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജനവാസം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് പോയാൽ സാധാരണ പോലുള്ള കടകളും ഒന്നും ഉണ്ടാവുകയില്ല. തീരെ ഇല്ല എന്ന് പറഞ്ഞാലും ശരിയല്ല. ഒരു ചായക്കടയുണ്ട്. അത് അവിടെ തുടങ്ങിയത് വരുന്ന വിനോദസഞ്ചാരികളെ മാത്രം കരുതിയാണ്. പകൽ മാത്രമേ കട തുറക്കുകയുള്ളൂ. സന്ധ്യയ്ക്ക് മുൻപേ കടക്കാരൻ സ്ഥലം വിടും. അതിനാൽ തന്നെ രാത്രിയായാൽ ഒരു മനുഷ്യജീവി പോലും കാണില്ല ആ പ്രദേശത്തെവിടെയും. പുതിയതായി ആരും വരികയുമില്ല. വന്നവരാരും അവിടെ തങ്ങി നിൽക്കുകയുമില്ല. ചുരുക്കി പറഞ്ഞാൽ അവിടം വിജനമാകും. അറിഞ്ഞ വിവരം ശരിയാണെങ്കിൽ തന്നെ എവിടെയെങ്കിലും വെച്ച് പണി തീർത്തു കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് തട്ടിയതാകാനല്ലേ സാധ്യതയുള്ളൂ. അല്ലാതെ ജീവനോടെ ഇവിടെ കൊണ്ടുവന്ന് അവൻ്റെ അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചതായിരിക്കുമോ? രത്നാകരൻ സാറിൻ്റെ അഭിപ്രായം എന്താണ്? ചോദിച്ചത് കൂട്ടത്തിലെ ജൂനിയർ മോസ്റ്റായ നവനീതാണ്. ജൂനിയർ മോസ്റ്റ് ആണെങ്കിലും അവൻ വളരെ മിടുക്കനാണ്. സ്റ്റേഷനിലെല്ലാവർക്കും അവനെ വളരെ ഇഷ്ടവുമാണ്. കൂട്ടത്തിൽ അവനുണ്ടെങ്കിൽ എല്ലാവർക്കും എന്തോ പ്രത്യേകം ഊർജമുള്ളതുപോലെയാണ്. ഏത് സാഹചര്യത്തിലും അവന് തമാശ വരികയും ചെയ്യും. ലാഘവത്തോടെ എന്തിനേയും കാണുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മേലുദ്യോഗസ്ഥരോടാണെങ്കിലും ചോദിക്കാനുള്ള കാര്യങ്ങൾ അവൻ ചോദിച്ചറിയും. ബഹുമാനത്തിൻ്റെ പരിധി വിടാതെ തന്നെ അവൻ അറിയേണ്ട കാര്യങ്ങൾ ചോദിക്കുകയും അറിയുകയും ചെയ്യും. കൂട്ടത്തിലൂടെ ഗ്രേഡ് SI രത്നാകരൻ അല്പം കണിശക്കാരനാണെങ്കിലും അവനോടുള്ള ഇഷ്ടം കാരണം എന്ത് ചോദ്യവും ചോദിക്കാൻ അവന് അനുവാദം കൊടുത്തിട്ടുണ്ട്. എന്നാലും അത്യാവശ്യത്തിന് വേണ്ടത് മാത്രമേ നവനീത് ചോദിക്കുകയുള്ളൂ. ഇത് ഇപ്പോൾ
അവൻ്റെ മനസ്സിൽ സംശയം വന്നതുകൊണ്ട് ചോദിച്ചതാണ്. വേറെ ആരും കേൾക്കാനും ഇല്ലല്ലോ. എവിടെ നിന്നെങ്കിലും പണി തീർത്ത് കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് തട്ടിയതാകാനാണ് സാധ്യത കൂടുതൽ. അല്ലാതെയും സംഭവിക്കാമടാ. രാത്രിയായാൽ പിന്നെ ഈ ഭാഗത്ത് ഒരു മനുഷ്യജീവി പോലും ഇല്ലല്ലോ. പിന്നെ അവർക്ക് അയാളെ ഇവിടെ വരെ കൊണ്ടുവരുന്നതിനും ഇവിടെ വെച്ച് തന്നെ കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നതിനും തടസ്സമൊന്നുമില്ലല്ലോ. ഏതായാലും സ്ഥലത്ത് ചെന്നാൽ നമുക്ക് മനസ്സിലാകുമല്ലോ. അത്ര നേരം നീ ക്ഷമിക്ക്. കൂട്ടത്തിലുള്ള മൂന്നാമത്തെയാൾ സുനിലാണ്. അദ്ദേഹം എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. സുനിൽ അങ്ങനെയാണ്. പുതിയ ബാധ്യതകൾ വരുന്നത് ഒട്ടും ഇഷ്ടമല്ല. ഇനിയിപ്പോൾ പറഞ്ഞത് ശരിയാണെങ്കിൽ ആ കേസിൻ്റെ അന്വേഷണവും നമ്മുടെ തലയിൽ വന്ന് കയറുമോ എന്നതാണ് അയാൾ ഭയപ്പെടുന്നത് എന്ന് തോന്നുന്നു. കൊല്ലുന്നവന് അങ്ങ് കൊന്നിട്ട് പോയാൽ മതിയല്ലോ. എവിടെയെങ്കിലും കൊണ്ട് തട്ടിയിട്ട് പോകണം. അതോടെ അവൻ്റെ ഭാഗം കഴിഞ്ഞു. പിന്നെയുള്ള തലവേദനകൾ മുഴുവൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ളവർക്കാണല്ലോ. കൊല്ലപ്പെട്ടവൻ ആരെന്ന് കണ്ടുപിടിക്കണം. കൊന്നത് ആരെന്ന് കണ്ടുപിടിക്കണം. അവനെ പൊക്കണം. ഇതിൻ്റെ എല്ലാം പിന്നിൽ നടക്കുന്നവരെ പറ്റിയോ അവരുടെ ബുദ്ധിമുട്ടിനെ പറ്റിയോ ഒന്നും ലോകത്ത് ആരും ചിന്തിക്കില്ല. അഥവാ ആരെങ്കിലും ചിന്തിച്ചെങ്കിൽ തന്നെ അവർ നേരത്തെ മുതലേ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർ തന്നെ ആയിരിക്കും. അല്ലാതെ ഒരുത്തനും നമ്മുടെ കഷ്ടപ്പാടിനെ പറ്റി അറിയുകയേ വേണ്ട. ഇത്തരമുള്ള ചിന്തകളെല്ലാം കൊണ്ട് അവർ ഫാൻറ്റം പാറയുടെ എൻട്രൻസിൻ്റെ അവിടെ വരെ എത്തി. അവിടെ വരെ മാത്രമേ വണ്ടി പോവുകയുള്ളൂ. അവിടെ നിന്നും പാറയിലേക്ക് നടന്നു പോകാവുന്ന ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെ അല്പം മുമ്പിലേക്കാണ് ലൊക്കേഷൻ കാണിക്കുന്നത്. അവിടെ നിന്ന് അങ്ങോട്ടും വനമാണ്. ഒരു പഴയ കെട്ടിടം ഇടതുവശത്തായി കാണാം. കൂടുതലായി ഒന്നും അവിടെ ഇല്ല. പിന്നെയുള്ളത് ഒരു ചായക്കടയാണ്. അതിൽ പകൽ ആളുകളുണ്ടാകും. രാത്രിയിലാണ് ഘാതക സംഘം വന്നതെങ്കിൽ അവിടെ ആരും ഉണ്ടാവുകയുമില്ല. അവർ വിവരമൊന്നും അറിയുകയുമില്ല. ഇന്ന് എന്തോ വിനോദസഞ്ചാരികളുടെ എണ്ണം തീരെ കുറവാണ്. അതുവരെ ആരെങ്കിലും വന്നോ എന്നുപോലും സംശയിക്കണം. കാരണം വണ്ടികളായി ഒന്നും അവിടെ കിടക്കുന്നത് കാണുന്നില്ല. ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്. അതറിയാവുന്നതുകൊണ്ട് അവർ പിന്നെയും ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് മുന്നോട്ട് നടന്നു. ചായക്കടക്കാരനോട് ചോദിക്കേണ്ട ആവശ്യം ഇപ്പോൾ ഏതായാലും ഇല്ല. കഷ്ടിച്ച് 20 മീറ്റർ മുന്നോട്ട് പോയപ്പോഴേക്കും വഴിയിൽ നിന്ന് തിരിഞ്ഞ് കാടിനുള്ളിലേക്കാണ് ലൊക്കേഷൻ കാണിക്കുന്നത്. പിന്നെ അങ്ങോട്ട് റേഞ്ച് ഇല്ലാത്തതുകൊണ്ടാണോ എന്തോ കാര്യങ്ങൾ വ്യക്തമല്ല താനും. നടക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. അവർ മുന്നോട്ട് നടന്നു. ഏറ്റവും മുമ്പിൽ നടക്കുന്നത് നവനീതാണ്. അവൻ നല്ല ഉഷാറിൽ മുൻപേ പോകുന്നു. അതിൻ്റെ പിന്നാലെ രത്നാകരനും ഏറ്റവും പിന്നിലായി മൂന്നാമനായ സുനിലുമാണ്. അധിക ദൂരം മുന്നോട്ട് പോകേണ്ടി വന്നില്ല. വലിയൊരു മരത്തിൻ്റെ ചുവട്ടിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന നിലയിൽ 2 കാലുകളാണ് ആദ്യം കണ്ടത്. നവനീത് തന്നെയാണ് ആ കാഴ്ച കണ്ടത്. അവൻ അപ്പോൾ തന്നെ രത്നാകരൻ സാറിനെ വിളിച്ചു വിവരമറിയിച്ചു. അവർ 3 പേരും കൂടി വളരെ ശ്രദ്ധയോടെ അങ്ങോട്ട് നടന്നെടുത്തു. വലിയൊരു മലം പുന്നമരത്തോട് ചേർന്ന് ഉള്ള ചെറിയ പാറയുടെ അരികിലായി തറയിൽ കിടക്കുന്ന രൂപത്തിലാണ് മൃതദേഹം ഉള്ളത്. പ്രദേശത്ത് കാര്യമായി ചോര വീണതായി കാണുന്നില്ല. കാലുകളാണ് ആദ്യം കണ്ടതെങ്കിലും ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടി മുന്നോട്ട് കാണാൻ വേണ്ടി അവർ മരത്തിൻ്റെ അരികു പറ്റി മുന്നോട്ട് നടന്നു.
അപ്പോഴാണ് നവനീതിൻ്റെ ശബ്ദം ഉയർന്നു കേട്ടത്. നോക്ക് സാറേ, അവൻ്റെ തലയില്ല. കാണാൻ ഒട്ടും ആഗ്രഹിക്കാത്ത കാഴ്ച കണ്ടതുപോലെ അയാൾ 2 ചുവട് പിന്നിലേക്ക് വെച്ചു. കണ്ടാൽ ആരും ഒന്ന് ഞെട്ടിപ്പോകും. അതുപോലെയാണ് മൃതദേഹത്തിൻ്റെ അവസ്ഥ. തലയില്ല എന്ന് ഒറ്റ നോട്ടത്തിൽ നവനീതിന് തോന്നിയാലും അങ്ങനെയല്ലായിരുന്നു സത്യം. അത് അവിടുന്ന് മനസ്സിലായില്ല എന്ന് മാത്രം. കുറച്ചുകൂടി അടുത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ കഴുത്തിൽ നിന്നും പൂർണ്ണമായി വിട്ടിട്ടില്ലെങ്കിലും താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന നിലയിൽ തല കാണാൻ കഴിഞ്ഞു. പ്രധാന നടപ്പാതയിൽ നിന്നും വളരെ കുറച്ച് ദൂരമേ മലമ്പുന്ന മരത്തിന് ചുവട്ടിലേക്കുള്ളൂ എങ്കിലും അത്രയും ദൂരം ആരും നടന്നു വന്നതായി ഒരു അടയാളവും കാണാനില്ല. കുറഞ്ഞ പക്ഷം 2 പേരെങ്കിലും വേണം അങ്ങനെ ഒരാളിനെ ജീവനോടെയോ അല്ലാതെയോ അവിടെ എത്തിക്കണമെങ്കിൽ. അവർക്കെങ്കിലും വരാതിരിക്കാൻ കഴിയില്ലല്ലോ. തീർച്ചയായും ആരെങ്കിലും വരാതെ കഴിയില്ല. ഏതു വഴിക്കായിരിക്കും അവർ വന്നത് എന്ന് കൃത്യമായി ഇപ്പോൾ അവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ചവിട്ടുപാടുകൾ എവിടെയും കാണാനില്ല. മരത്തിനു ചുറ്റി നടന്ന് ബാക്കി വിവരങ്ങൾ നോക്കുന്ന നവനീതിനോട് രത്നാകരൻ തന്നെയാണ് വിളിച്ചു പറഞ്ഞത്. കൂടുതൽ നോട്ടമൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. വിവരം നമ്മളെ അറിയിച്ചവരെ ആദ്യം അറിയിക്കണമല്ലോ. അതിന് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കണം. അവർ അറിയിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. ഒരുത്തനെയും ഇങ്ങോട്ടടുപ്പിക്കരുത്. ഇപ്പോൾ ആരും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ആളുകൾ വരും. അവരെ നടപ്പാതയ്ക്ക് അപ്പുറം നിർത്തിയേക്കണം. ഞാൻ പറയാതെ അറിയാമല്ലോ. രത്നാകരൻ സാറിന് ഇതുവരെ ഇല്ലാതിരുന്ന ഗൗരവം എവിടെ നിന്നോ വന്നു. നവനീതിനെ ആ കാഴ്ച അല്പസമയത്തേക്ക് ഏതോ ഒരു അവസ്ഥയിൽ എത്തിച്ചിരുന്നു. പക്ഷേ രത്നാകരൻ സാറിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും പ്രശ്നമായിരുന്നില്ല. ഇത്ര കാലത്തെ സർവീസ് കാലഘട്ടത്തിൽ പല തരത്തിലുള്ള കാഴ്ചകളും കണ്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇതൊന്നും അദ്ദേഹത്തെ ബാധിക്കില്ല. തികച്ചും സാധാരണ ഒരു കാഴ്ച കണ്ട ഭാവമേ സാറിൻ്റെ മുഖത്ത് കാണുന്നുള്ളൂ. നവനീതിന് അത് കണ്ടപ്പോൾ അത്ഭുതമാണ് തോന്നിയത്. നടപ്പാതയിലേക്ക് ഇറങ്ങി നന്നായി റേഞ്ച് കിട്ടുന്ന സ്ഥലത്തേക്ക് മാറി നിന്ന് സ്റ്റേഷനിലേക്ക് വിളിച്ച് വിവരം പറഞ്ഞു. കൂടുതൽ അന്വേഷണം നടത്തിയില്ല എന്നും പ്രാഥമിക വിവരങ്ങളാണ് നൽകുന്നത് എന്നും പറഞ്ഞു. സ്റ്റേഷനിൽ കിട്ടിയ വിവരം അതേപടി തന്നെ അപ്പോൾ തന്നെ മോഹനൻ സാറിനും SITയുടെ ഓഫീസിലുണ്ടായിരുന്ന ജീവൻ ജോസിനും ലഭിച്ചു. ഇനി എന്തായിരിക്കും അവരുടെ നീക്കങ്ങൾ? ഫാൻറ്റം പാറയിൽ കാണപ്പെട്ട ഈ മൃതദേഹം അന്വേഷണത്തിലെ പുതിയ വഴിയിലേക്ക് തിരിക്കുമോ? ജീവൻ ജോസിൻ്റെ അടുത്ത നീക്കം എന്തായിരിക്കും? കൊലയാളി ആരാകാനാണ് സാധ്യത? അടുത്ത ഭാഗത്തിൽ കൂടുതൽ രഹസ്യങ്ങൾ പുറത്തു വരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാൻ മറക്കല്ലേ.